We know capacitor is a charge storage device. So ചാർജ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യപ്പെടണം. ഈ ചെയ്യപ്പെട്ട വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിനുള്ള ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്. ക്യൂ ചാർജ്, വി ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ഫെർദർ ചാർജ് ഡി ക്യൂ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഡി ക്യൂ. നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആയതുകൊണ്ട്. ഓൾറെഡി ക്യൂ ഈസ് ഈക്വൽ ടു സി വി ഓർ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ദിസ് വി ഗെറ്റ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. സ്മോൾ ചാർജ് ആയതുകൊണ്ടാണ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. Then total work done to charge the capacitor from 0 to charge Q0 is given by W is equal to integral 0 to Q0 dW. That is, substituting for dW, integral 0 to Q0 Q by C dQ. That gives 1 by C into integral 0 to Q0 Q dQ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ക്യൂ സീറോ സ്ക്വയർ ബൈ 2C. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ സീറോ സ്ക്വയർ ബൈ 2C. ഈ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജി നമ്മുടെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി ക്യൂ ഈസ് ദ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2C. രണ്ട് രീതിയിലും കൂടെ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. വി നോ ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ദെയർഫോർ വി ഗെറ്റ് U is equal to C square V square by 2C or half CV square. Or another expression, U is equal to half CV square or is equal to U is equal to half Q square by C or U is equal to half QV. ഈ മൂന്ന് എക്സ്പ്രഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് ചെയ്യാനും അല്ലെങ്കിൽ ഡെറിവേഷൻസ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ എന്നുള്ള എക്സ്പ്രഷൻ ഡെറിവേഷനോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ട് മൂന്ന് എക്സ്പ്രഷൻസ്. ദെൻ നെക്സ്റ്റ് എനർജി ഡെൻസിറ്റി ഓഫ് എ മീഡിയം ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. എനർജി ഡെൻസിറ്റി ഓഫ് എ മീഡിയം. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിലാണെങ്കിൽ ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ട് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ് പഠിച്ചത്. ഇവിടെ ജനറലി നമ്മൾ എപ്സിലോൺ എന്ന് കൊടുക്കുകയാണ്. ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഹാഫ് എപ്സിലോൺ എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ. ആൻഡ് ഓൾറെഡി വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. After all these substitutions, finally we get U is equal to half epsilon AD into E square. നമ്മുടെ ക്യാപ്ഷൻ എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി എന്നാൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ഈ കപ്പാസിറ്ററിൻ്റെ വോളിയം ഈസ് ഗിവൺ ബൈ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഡി. Therefore, we can write AD, volume is equal to AD. Therefore, energy by volume half epsilon AD E square by AD. Therefore, we get U is equal to half epsilon E square, or substituting for epsilon we get U is equal to half epsilon 0 epsilon R E square. This is the expression for energy density of a capacitor. Okay.
നെക്സ്റ്റ്, ഒരു ഗ്രാഫിൽ നിന്നും നമ്മൾ പൊട്ടൻഷ്യൽ ചാർജ് ഗ്രാഫിൽ നിന്നും നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരു ചാർജ് പൊട്ടൻഷ്യൽ ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പൊട്ടൻഷ്യൽ അലോങ് എക്സ് ആക്സിസ് ആൻഡ് ചാർജ് അലോങ് വൈ ആക്സിസ്. ഈ ഗ്രാഫിൽ നിന്നും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുക. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, വിനോ. ആദ്യമായി നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാണ് കണ്ടുപിടിക്കുന്നത്. ടാൻ തീറ്റ, സ്ലോപ്പ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബി ബൈ ഒ ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി ഗെറ്റ് ക്യൂ ബൈ ബി ഈസ് ഈക്വൽ ടു സി. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. And very important point, area under the graph, area under the QV graph gives half OB into AB. That is half QV gives energy stored by the capacitor. സ്ഥിരമായി നമ്മളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ QV ഗ്രാഫ് ഗിവ്സ് ഡാഷ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യൂസിങ് ഗ്രാഫ്. ഫൈൻഡ് ദ എനർജി സ്റ്റോർഡ് ബൈ എ കപ്പാസിറ്റർ യൂസിങ് ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് QV ഗ്രാഫ് വരയ്ക്കുക, ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കുക. ഓക്കെ.